എത്ര കാലം എന്ന് വെച്ചിട്ട് ഈ സ്കൂട്ടറിൽ കറങ്ങി നടക്കുക. ഒരു വണ്ടി വാങ്ങാൻ പോണം. നേരെ ഒരു ചേട്ടൻ്റെ അടുത്ത് പോവുക. മടുത്തു. കയ്യിലൊരു 50,000 റുപ്യ ഉണ്ടാവും. അതിന് വണ്ടി കിട്ടുമോ ചോദിച്ചു നോക്കാം. ഇവിടെ അടുത്തായിട്ട് ഒരു കടറ ചേട്ടൻ ഉണ്ടാകുന്നു. അതാ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം. വണ്ടി തരുമോന്നറിയില്ല. നമുക്ക് ഏതായാലും ചോദിച്ചു നോക്കാം. ചോദിക്കാൻ പോവാണ്. ചേട്ടാ, ഒരു വണ്ടി വേണം. വണ്ടിയോ? വണ്ടിക്കൊക്കെ നല്ല വിലയടാ. വണ്ടിക്ക് എത്ര രൂപ വരും ചേട്ടാ? ഇതിൽ 50,000 റുപ്യ ഉണ്ട്. ഓടെ ചേർക്ക 50,000 റുപ്യ വന്നിക്കണ്. 1,00,000 രൂപ വേണം. അപ്പൊ ചേട്ടൻ നമ്മളോട് പറഞ്ഞ് നമുക്ക് വണ്ടിയൊന്നും തരില്ല. ചെറുതായിട്ട് വിഷമൊക്കെ ആയി. പിന്നെ സാരല്ല, ഏതായാലും നേരെ വീട്ടിൽ പോവാ. വണ്ടി കിട്ടില്ല എന്ന് ഉറപ്പായി. ചെറിയ വിഷമമുണ്ട്. നമ്മൾ വിഷമം പുറത്ത് കാണിക്കാതെ പോവാണ്. വഴി തെറ്റി ഗൈസ്. ഇന്ന് വീട്ടിലെത്തും അറിയില്ല. അയ്യോ, വണ്ടിയൊന്നും കിട്ടിയില്ല. അല്ല, നമ്മളെപ്പോലെ പാവപ്പെട്ടവർക്ക് വണ്ടിയൊന്നും തരില്ല ആരും. നമ്മളൊരു നേരത്ത് ഒരു കാലത്ത് അവരെ മുമ്പിൽ വരും. അപ്പം അവർ ചോദിക്കും, നീയൊക്കെ എങ്ങനെ ഇത്ര സെറ്റപ്പായി? അപ്പോൾ ഒരു ഉത്തരമുണ്ട്, മോനെ, വിജയം നമുക്കാണ്. അയ്യോ, ഫ്രണ്ടൊക്കെ പൊന്തണ്. ഇന്ന് തന്നെ ഞാൻ പടാവും. ഭാഗ്യം, എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തി കിട്ടിയാൽ മതി. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തി കിട്ടിയാൽ മതി. വേഗം പോവുക. നല്ല വിഷമമുണ്ട്. നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി നമ്മുടെ വീടിൻ്റെ അവിടെ നിർത്താം. നമുക്കത് കൂടി സ്കൂട്ടർ മാത്രമേ ഉള്ളൂ. നമുക്ക് നേരെ അത് ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് വെക്കാം. എന്നിട്ട് ഇന്ന് തൊട്ടിട്ട് പണിക്ക് പോകാൻ തുടങ്ങും. എന്നിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അയാളുടെ അടുത്തൊന്ന് പോകണം. അപ്പോൾ പണിക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പണിക്ക് പോയി കാണാം. ബൈ ബൈ. Be notorious.